ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും കഴിക്കാം, രാത്രി ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഈ ഒരു സ്നാക്ക് കണ്ണൂർ ഭാഗത്തുള്ള ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. എൻ്റെ പേരാണ് കൽമാസ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ സ്നാക്കിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നെയ്യ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നെയ്യാകുമ്പോൾ നമ്മുടെ സാദാ എണ്ണേനേക്കാളും നല്ലൊരു മണവും നല്ല ടേസ്റ്റ് എല്ലാം ഉണ്ടാവും. അങ്ങനെ എണ്ണ നല്ല ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാളയില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മസാല ഉണ്ടാക്കുമ്പം സവാള ഓവർ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് കളറ് മാറിയിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് സവാള നല്ല പോലെ കളറ് മാറിയിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 2 പച്ചമുളകില്ലേ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊരു 30 സെക്കൻഡ് സോട്ട് ചെയ്യാം. അതിന് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിൻ്റെയും ആ പച്ചമണം മാറി കിട്ടുന്നവർ 1 മിനിറ്റ് സോട്ട് ചെയ്യാം. ഈ മസാല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റാൻ. അതൊക്കെ ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് പൊടികളാണ്. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ. പിന്നെ പൊടികളെല്ലാം ചേർക്കുമ്പോൾ പ്രത്യേകം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിച്ചു പോവും. അപ്പോൾ പൊടികൾ റോസ് സ്മെല്ല് മാറി കിട്ടുന്നവർ 1 മിനിറ്റ് നമുക്ക് സോട്ട് ചെയ്യാം. അടുത്തതായി ചേർക്കാൻ പോകുന്നത് ചിക്കനാണ്. മഞ്ഞളും ഉപ്പും പിന്നെ മുളക് പൊടിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് പുഴുങ്ങിയെടുത്ത ചിക്കനാണ് കേട്ടോ. ഇത് ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുന്നതിനേക്കാളും ഇതുപോലെ ഷ്രെഡ് ചെയ്ത് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടില്ല. ഇത് നമുക്ക് അടിക്കുമ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായി ഒരു 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലിങ് ആത്തിട്ടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തതായി നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറില്ലേ, അതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ പകുതി സവാള റഫായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 5-6 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ പകുതി സവാളയാണ് കേട്ടോ ചേർത്തത്. ഇനി വേണ്ടത് 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയോ ഫുള്ളായിട്ടോ ചേർക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം. ഇത് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാനാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി എടുക്കാം. അരിപ്പൊടി എങ്ങനെ പൊടിയാക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ. അപ്പോൾ 1 കപ്പ് തേങ്ങയിലേക്ക് 2 കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഒതുക്കി വെച്ച ആ ഒരു തേങ്ങേൻ്റെ മിക്സ്ചറില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ മിക്സ്ചറും ഈ അരിപ്പൊടിയൊക്കെ കൂടി നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടി നല്ല പോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് പത്തിരിക്കെല്ലാം കുഴച്ചെടുക്കുന്നില്ലേ, ആ രീതിയിൽ വേണം കേട്ടോ കുഴച്ചെടുക്കാനായിട്ട്. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു അപ്പച്ചെമ്പിൽ ഒരു ഓയിൽ ബ്രഷ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫില്ലിങ്ങും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബൗളിൽ കുറച്ച് എണ്ണയും ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കൽമാസ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം കൈക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് പത്തിരിക്കെല്ലാം എടുക്കുന്ന പോലെ ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യണം കേട്ടോ. കുറച്ച് ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെക്കുക. ഇനി നമ്മൾ കായയുടെ എല്ലാം ഉരുട്ടുന്നില്ലേ, ആ ഒരു രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാനായിട്ട്. നല്ല ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ബോൾസ് എത്ര വലുപ്പത്തിൽ വേണമെന്നുള്ള നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിൽ വലുതോ ചെറുതോ ആക്കിയെടുക്കുക. അതുപോലെ ഇരിക്കും നമ്മുടെ കൽമാസിൻ്റെ സൈസ്. വലിയ സൈസിൽ വേണമെങ്കിൽ കുറച്ച് വലിയ ബോൾസ് ആക്കിയെടുക്കുക, ചെറിയ സൈസിൽ മതിയെങ്കിൽ ചെറിയ ബോൾസ് ആക്കിയെടുക്കുക.
ചെയ്യാനായിട്ട് ഭയങ്കര ഈസിയാണ് കേട്ടോ, വലിയ കഷ്ടമൊന്നുമില്ല. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കിയാൽ മതി. ഇതാ ഇതുപോലെ നല്ല ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. എന്താ ഇതുപോലെ ഒരു ബോൾസ് ആക്കിയിട്ട് ഇത് പരത്തി ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കായടൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കലാണ്. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി കൊണ്ട് എനിക്ക് 14 കൽമാസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ഒരു 25 മിനിറ്റ് ആവിയിൽ വെച്ചാൽ നല്ല കറക്റ്റായിട്ട് സ്റ്റീമായി കിട്ടും. അങ്ങനെ ഇതാ 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല പോലെ തണിഞ്ഞ് വരണം കേട്ടോ, എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. അങ്ങനെ നല്ല തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മുളകിൻ്റെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മുടെ ബാറ്റർ. ഇതിലേക്ക് നമ്മൾ തണിഞ്ഞ് വന്ന കൽമാസില്ലേ, ഇതിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് അങ്ങനെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൽമാസിൻ്റെ ഒറിജിനൽ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യണം, മുളകിൽ പുരട്ടിയിട്ടെല്ലാം ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് മുളകിൽ നല്ല പോലെ പുരട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ എടുക്കുക. കുറേ ഓയിലൊന്നും വേണ്ട കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. അപ്പോൾ എണ്ണ നല്ലതായി ചൂടായി വരുമ്പോൾ മുളകിൽ പുരട്ടി കൽമാസില്ലേ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഈ മുളകിൻ്റെ സ്മെല്ല് മാറി കിട്ടുന്നവർ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടാൽ മതി. കുറേ നേരം ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം നമ്മുടെ ഫില്ലിങ്ങും പിന്നെ ഈ അരിയെല്ലാം ഓൾറെഡി കുക്കായതല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മുളകിൻ്റെ സ്മെല്ല് മാറി കിട്ടിയാൽ മതി. അങ്ങനെ കുക്കായി വരുന്ന സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വേറൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്, നല്ലൊരു സ്നാക്കാണ്, ഇഫ്താറിനെല്ലാം ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നല്ല തണിഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽമാസിനാണ് കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ റെസിപ്പീസും പുതിയ വ്ളോഗ്സുമായി ഇൻഷാല്ലാ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, റംദാൻ മുബാറക്.